ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന മൂവിയാണ്. ഒരു നാട്ടിലെ നാട്ടുകാരുടെ മുഴുവൻ ഉറക്കം കെടുത്തുകയും നാട്ടിലെ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കുതിരക്കാരൻ. പേടിപ്പിക്കുന്ന രൂപവുമായിട്ട് രാത്രികാലങ്ങളിൽ വരുന്ന ഇയാൾ മനുഷ്യനാണോ അതോ വല്ല പ്രേതമാണോ എന്ന് നാട്ടുകാർ പോലും സംശയിക്കുന്നു. ഇവനെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ നായകനും കൂട്ടുകാരും. അപ്പം നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കഥ കാണുന്ന ഒരു 10 പേരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും വലിയ ഉപകാരമായിരിക്കും. കഥയുടെ തുടക്കത്തിൽ തന്നെ നെല്ലിക്കാം എന്ന് പറയുന്ന ഒരു നാടാണ് കാണിക്കുന്നത്. കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന സ്ഥലമായിരുന്നു ഈ ഒരു നാട്. അതുകൊണ്ട് തന്നെ 2 സംസ്ഥാനത്തിലെ ആൾക്കാരും ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് നായകനായ ശ്യാമാകട്ടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും അത്യാവശ്യം പേടിത്തൊണ്ടന്മാരാണെന്ന് ശ്യാം പറയുന്നുണ്ട്. ശ്യാമിൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് രാജേഷും കണ്ണനും. ശ്യാം കൊണ്ടുവരുന്ന മദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് രാജേഷും കണ്ണനും അവനും കൂടെ പോകുന്നത് കുളിപ്പാറയിലേക്കാണ്. ആ നാട്ടിലെ ആൾക്കാരും കൂലി എന്ന് പറയുന്ന ഒരു ദൈവത്തെയായിരുന്നു ആരാധിച്ചിരുന്നത്. അവിടെ തിര നടക്കുമ്പോൾ എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുകയും നേർച്ച പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. രാത്രി കാലങ്ങളിൽ കൂലി ഇതുവഴി പോക്കുവരവുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഈ പാറയിൽ നിന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. കൂലിയുടെ പോക്കുവരവ് കണ്ട് പേടിച്ചിട്ടാണ് അവർ വീണതെന്ന് നാട്ടിലെ സംസാരം. തൻ്റെ കൂട്ടുകാർക്കിടയിലെല്ലാം തന്നെ ശ്യാം നല്ല ധൈര്യശാലിയാണ്. അത് കാരണം അവൻ അതൊന്നും തന്നെ കാര്യമാക്കാറില്ല. ആ നാട്ടിൽ തന്നെ ധന്യ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ അവൻ പ്രണയിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിൽ കൂടി മദ്യം അവൻ ഒഴിച്ചു വെക്കും. ഇവിടെ വല്ല ആത്മാക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വല്ല കൂളികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാതെ കുടിക്കുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് ആ ഗ്ലാസ്സിലെ മദ്യം അവിടെ ഒഴിച്ചു വെക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് മദ്യപിച്ചിട്ട് പോയി കഴിയുമ്പോൾ ആ ഗ്ലാസ്സിലെ മദ്യം തനിയെ തീരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ശ്യാം സ്നേഹിക്കുന്ന നമ്മുടെ ധന്യ ആകട്ടെ ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവൾക്ക് അത്രയധികം ധൈര്യശാലിയായിട്ടുള്ള ഒരാളെ തന്നെ പ്രണയിക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ ശ്യാമിനെ പ്രണയിച്ചതും. എന്നാൽ അവളുടെ കൂട്ടുകാരി വിദ്യ ആകട്ടെ എപ്പോഴും അവളോട് പറയും, നീ വിചാരിക്കുന്ന പോലെ ധൈര്യമൊന്നും ആ ശ്യാമിനുള്ളതായിട്ട് എനിക്ക് തോന്നില്ല എന്ന്. അതൊന്നും തന്നെ നമ്മുടെ ധന്യ കാര്യമാക്കാറില്ല. അവൾ അവിടെ PSC കോച്ചിങ്ങിന് പഠിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും എപ്പോഴും കണ്ടുമുട്ടുന്നത് അവിടുത്തെ വായനശാലയിലാണ്. അവൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്യാമിനെ തൻ്റെ കൂട്ടുകാർ വന്ന് വിളിക്കുന്നുണ്ട്. അവരുടെ നാട്ടിലെ ഒരു എക്സ് മിലിറ്ററി ആയ വാസപ്പൻ എന്ന് പറയുന്ന ഒരാൾ എന്തോ കണ്ട് പേടിച്ചെന്നും അയാളുടെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അവരവിടെ ചെല്ലുമ്പോൾ വാസപ്പൻ നല്ലപോലെ പേടിച്ചിരിക്കുകയായിരുന്നു. അയാൾ തലയിൽ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ പറയുന്നു. രാത്രിയിൽ തിറ കാണാൻ വേണ്ടിയിട്ട് അയാൾ പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തോ സൗണ്ട് കേട്ട് അയാൾ കാട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയം മരത്തിൻ്റെ ചിലയിൽ നിന്ന് എന്തോ ഒരു സാധനം പറന്നു പോകുന്ന പോലെ അയാൾക്ക് തോന്നുന്നു. വവ്വാലിനെ പോലെ തോന്നിക്കുന്ന ആ വലിയ രൂപമായിരുന്നു അത്. പേടിച്ചു പോയ അയാൾ വീണ്ടും നടക്കാൻ തുടങ്ങിയതും ആ നാട്ടിലെ നാണിമുത്തശ്ശി എന്ന് പറയുന്നൊരു സ്ത്രീ ആകട്ടെ ധൃതിയിൽ തിറ നടക്കുന്നിടയ്ക്ക് പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അയാൾ ആ മുത്തശ്ശിയുടെ പിന്നാലെ വെച്ചു പിടിച്ചു. നിങ്ങൾ എവിടേക്കാണ് ധൃതിയിൽ പോകുന്നത്? ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അയാൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയായിരുന്നു ആ മുത്തശ്ശിക്ക്. അവരുടെ പിന്നാലെ അയാൾ ഓടിപ്പോയെങ്കിലും ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ഒരു തടാകത്തിൻ്റെ അടുത്തേക്കാണ്. അവിടെ പിന്നെ മുത്തശ്ശിയെ കണ്ടതേയില്ല. അവർ മറ്റേതെങ്കിലും വഴി പോയി എന്ന് കരുതിയിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു. ചിലങ്കി ഇട്ടതുപോലത്തെ ഒരു സൗണ്ട്. പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് ഒരു രൂപം വന്നു. അതുകൊണ്ട് അയാൾ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ നാണിമുത്തശ്ശിയെ കാണുമ്പോൾ നിങ്ങളെന്താ തലേന്ന് വിളിച്ചിട്ട് നിൽക്കാതെ പോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാനിന്നലെ തിറ കാണാനൊന്നും പോയിട്ടില്ലെന്ന്. കാലിൽ കുഴമ്പ് തേച്ച് കിടക്കുകയല്ലേ, എനിക്ക് ഒരടി നടക്കാൻ പോലും വയ്യെന്ന് പറയും. അത് കേട്ടതോടെ അയാൾ ഞെട്ടിത്തെറിച്ചു. കാരണം തലേന്ന് രാത്രി അയാൾ കണ്ടത് നാണിമുത്തശ്ശിയെ ആയിരുന്നില്ല. ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവരും പറയുന്നുണ്ട് അത് മിക്കവാറും കൂലിയായിരിക്കുമെന്ന്. നാണിമുത്തശ്ശിയുടെ രൂപം സ്വീകരിച്ച് വന്നതായിരിക്കും. കൂലിയുടെ പോക്കുവരവിനെ പറ്റിയുള്ള കഥകളെല്ലാം അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഉള്ളിൽ പേടി വരാൻ തുടങ്ങി. അന്ന് രാത്രി കണ്ണനും രാജേഷും അവരുടെ ഓട്ടോയുടെ അടുത്ത് നിന്ന് മദ്യപിക്കുകയായിരുന്നു. ആ സമയത്ത് അവരും ആ രൂപത്തെ കാണുന്നു. അധികം നീളമില്ലാത്ത വിചിത്രമായ ഒരു രൂപം. അതിന് കുതിരയുടെ കാലുകളായിരുന്നു. ആദ്യം പേടിച്ച് മുഖം തിരിച്ച് അവൻ രണ്ടാമത് നോക്കിയപ്പോൾ അതിനെ കാണുന്നുമില്ല. പിറ്റേന്ന് ആ നാട്ടിലെ ചന്ദ്രിക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാകട്ടെ ഒരു ചക്രത്തിൻ്റെ നടുക്കായിട്ട് ആരോ കോഴിത്തല കൊണ്ടുവച്ചിരിക്കുന്നു. അവിടെയെല്ലാം തെറ്റിപ്പൂവും കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നാട്ടുകാർ വീണ്ടും പേടിക്കാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം ധന്യയാകട്ടെ ശ്യാമിനോട് വന്ന് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് മൂകാംബികയ്ക്ക് പോകും രാത്രിയിൽ. അതുകൊണ്ട് ആരും വീട്ടിലുണ്ടാവില്ല. എനിക്ക് കാവലായിട്ട് കൊച്ചച്ഛനായിരിക്കും നിർത്തുന്നത്. പക്ഷേ കൊച്ചച്ഛൻ ഒരു 8 മണി ആകുമ്പോഴേക്കും നല്ലപോലെ മദ്യപിച്ച് ഉറക്കമായിരിക്കും. അതുകൊണ്ട് നീ രാത്രി വീട്ടിലേക്ക് വരണമെന്നും രാത്രി വീട്ടിൽ വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു.
ശ്യാം ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ വിറയ്ക്കുകയായിരുന്നു. സാധാരണ കാമുകിമാർ രാത്രിയിൽ വീട്ടിലേക്ക് ചെല്ലാൻ വിളിക്കുകയാണെങ്കിൽ കാമുകന്മാർ കുറച്ച് സന്തോഷിക്കേണ്ടതാണ്. എന്നാൽ ഇവന് പേടിയാണ് തോന്നാൻ തുടങ്ങിയത്. കാരണം അവൾക്കോ തൻ്റെ കൂട്ടുകാർക്കോ ഒന്നും അറിയാത്തൊരു രഹസ്യം ശ്യാമിനുണ്ടായിരുന്നു. അത് അവൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അവന് ഇരുട്ട് പേടിയായിരുന്നു. രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാറില്ല. വീട്ടിൽ കറണ്ട് പോകുമ്പോൾ പോലും എമർജൻസി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവൻ ആ വീടിനുള്ളിൽ ഇരിക്കുന്നത്. അതും കൂടി ഓഫായി കഴിഞ്ഞാൽ അവൻ നിലവിളിക്കാൻ തുടങ്ങും. അവന് ഈ പേടി തോന്നാൻ ഒരു കാരണമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അവൻ്റെ അമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവനെ അടുത്തുള്ള ചോതി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അവൻ ചോതി ചേച്ചിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയില്ലാത്ത സമയം എല്ലാം തന്നെ ചോതി ചേച്ചിയായിരുന്നു അവന് ആഹാരം വാരി കൊടുക്കുന്നത്. ചോറ് കഴിക്കാത്ത കുട്ടികളെ കൂലി പിടിക്കുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ചോതി പറയുമായിരുന്നു, അങ്ങനത്തെ കുട്ടികളെ ഒന്നും തന്നെ കൂലി ഉപദ്രവിക്കില്ല. കൂലിയെ ബഹുമാനിക്കാത്ത, കൂലി പോകുന്ന വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ കൂലി ഉപദ്രവിക്കുള്ളൂ. അതുപോലെ ഈ നാടിന് എന്തെങ്കിലും ഒരു ആപത്തുണ്ടാവുകയാണെങ്കിൽ കൂലി വരും. ഈ നാടിൻ്റെ കാവലായിട്ട് എന്നും കൂലി ഉണ്ടാവും. കുഞ്ഞായിരുന്ന അവനാകട്ടെ ചോദിച്ചേച്ചിയോട് പറയാറുണ്ടായിരുന്നു, അമ്മ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ചോദിച്ചേച്ചിയാണ് എനിക്ക് എപ്പോഴും ചോറ് വാരി തരുന്നത്. ഇനി ചോദിച്ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയാൽ ആരാണ് എനിക്ക് ചോറ് വാരി തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും നിനക്ക് ഒരുള്ള ചോറ് വാരി തരാൻ ഞാൻ പറന്ന് വരുമെന്ന് ചോദിച്ചേച്ചി അവന് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ദിവസം അവൻ അറിയുന്നത് അവൻ്റെ ചോദിച്ചേച്ചി മരിച്ചുവെന്ന്. തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവർ. ആ കാഴ്ച കണ്ട് അവൻ ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വളരും തോറും അവൻ്റെ ഉള്ളിൽ ഒരു പേടിയും വരാൻ തുടങ്ങി. പല സമയങ്ങളിലും അവൻ ചോദിച്ചേച്ചിയുടെ ആത്മാവിനെ കാണാറുണ്ടായിരുന്നു. അവന് ഒരുള്ള ചോറുമായിട്ട് വന്നിട്ട് കഴിക്കുമോനെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്ന ആത്മാവിനെ കണ്ട് അവൻ പേടിച്ച് നിലവിളിക്കും. അവന് ചുറ്റും ഇരുട്ടാവുന്ന നിമിഷം എല്ലാം തന്നെ ആത്മാവ് വരുന്നതായിട്ട് അവന് തോന്നാറുണ്ട്. ഇത് അവൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അങ്ങനെ പലപ്പോഴും അവൻ ഈ ആത്മാവിനെ കണ്ട് പേടിച്ച് നിലവിളിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനെ ആശ്വസിപ്പിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തനിയെ പൊക്കോളുമെന്നും പറയും. അങ്ങനെ ഈ പേടി കാരണം നമ്മുടെ ശ്യാമിന് ധന്യയുടെ വീട്ടിലേക്ക് അന്ന് രാത്രി പോകാൻ പറ്റിയില്ല. അവൻ അവൻ്റെ റൂമിൽ തന്നെയായിരുന്നു. അതേസമയം ആ രാത്രിയിൽ കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വീടിൻ്റെ അടുത്ത് വെച്ച് ഒരാളെ കണ്ടിട്ട് കുട്ടപ്പൻ അയാളോട് ഒരു തീപ്പെട്ടി ചോദിക്കുന്നു. അയാൾ കുട്ടപ്പനെ കണ്ട നേർക്ക് തീപ്പെട്ടി എറിഞ്ഞു കൊടുക്കുകയാണ്. തീപ്പെട്ടി തറയിൽ നിന്ന് കുരിഞ്ഞെടുക്കാൻ നേരത്ത് കുട്ടപ്പൻ നോക്കുമ്പോൾ അയാളുടെ കാല് ശരിക്കും കുതിരയുടെ കാലാണ്, മനുഷ്യൻ്റെ കാലല്ല. ആ രൂപം കണ്ട് ശരിക്കും കുട്ടപ്പൻ പേടിച്ചുപോയി. പിറ്റേന്ന് ധന്യയാകട്ടെ ശ്യാമിനോട് ആകെ പിണക്കത്തിലായിരുന്നു. വിദ്യ ധന്യയോട് പറയുന്നു, നീ വിളിച്ചിട്ട് അവൻ നിൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവന് നിന്നോട് ഒരിഷ്ടവുമില്ലെന്ന്. അവൻ പഠിക്കുന്ന സ്ഥലത്ത് അവന് വേറെ ബന്ധങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാമുകിമാർ രാത്രിയിൽ കാമുകി വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കുമോ? ധന്യയുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ശ്യാം ഒരു കള്ളം പറയുന്നു. തലേന്ന് രാത്രി വരാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ അമ്മയുടെ ഒരു സിസ്റ്റർ മരിച്ചുപോയി. ശവം മോർച്ചറിയിൽ വെച്ചിരുന്നു. അതിന് കാവലായിട്ട് ഞാനാണ് നിന്നിരുന്നത്. അവിടെയുള്ള ആർക്കും അങ്ങനെ നിൽക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നിൽക്കേണ്ടി വന്നു. അവനങ്ങനെ ധൈര്യശാലിയായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവനോടുള്ള പിണക്കമൊക്കെ മാറുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരില്ലേ? ആ സമയത്ത് നീ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിൻ്റെ വീട്ടിൽ വരാമെന്ന് ശ്യാമു പറയുന്നു. എന്നാൽ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനി ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട. എൻ്റെ അമ്മയും അച്ഛനും ഇന്ന് രാത്രിയിലും വരില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. എൻ്റെ ഒരു ആൻറ്റിയുടെ മോൾ പ്രസവിച്ചു. അവരെ കണ്ടിട്ട് അമ്മയും അച്ഛനും മറ്റന്നാൾ രാത്രി കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയും നാളെ രാത്രിയും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ എന്ന് അവൾ പറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മണിയാകുമ്പോഴേക്കും എൻ്റെ കൊച്ചച്ഛൻ മദ്യപിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങിയായിരിക്കും. അതുകൊണ്ട് നീ എന്തായാലും ആ സമയം ആകുമ്പോഴേക്കും വരണം. അത് പറഞ്ഞിട്ട് അവൾ പോയി. ശ്യാം വീണ്ടും നിന്ന് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഇനിയുള്ള ദിവസം അവളോട് എന്ത് പറഞ്ഞ് ഒഴിവാകുമെന്നായിരുന്നു അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയം രാജേഷും കണ്ണനും വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടപ്പൻ എന്തോ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കുട്ടപ്പൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം തന്നെ ആ വഴിയിൽ കുതിരയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അയാളുടെ വീടിൻ്റെ അടുത്തെല്ലാം ആൾക്കാർ കൂടിയിട്ടുണ്ട്. അയാൾ തലേന്ന് രാത്രി കണ്ട കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അത് മനുഷ്യനാണെങ്കിലും വേറെ എന്താണെങ്കിലും കൈയോടെ പിടിച്ചെങ്കിലേ അടങ്ങുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാർ അതിനു വേണ്ടിയിട്ട് സംഘം ചേരാൻ തുടങ്ങി. ശ്യാമും കണ്ണനും രാജേഷും തങ്ങൾക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് നൈസായി ഒഴിവായി. നാട്ടിൽ നടക്കുന്ന ഈ സംഭവത്തെപ്പറ്റി ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരാൾ ചായക്കടയിലിരുന്ന് പറയുന്നുണ്ട്, തനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. 2 ദിവസം മുമ്പ് എൻ്റെ പിറന്നാളായിരുന്നു. കോളിപ്പാറയുടെ മുകളിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ മദ്യപിക്കുകയായിരുന്നു. കുറച്ച് കേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സാഗ്രഹിച്ചതേ ഉള്ളൂ. ആ സമയത്ത് മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈ എൻ്റെ അടുത്തേക്ക് ഒരു കേക്കുമായി വന്നു. ഞാനത് കഴിച്ചിട്ട് സെയിം ടു യു എന്ന് പറഞ്ഞു. ആദ്യം അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ക്രിസ്മസ് അപ്പൂപ്പനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒക്ടോബർ മാസത്തിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരില്ലല്ലോ. ആ രൂപം ചാടിച്ചാടിയാണ് പോയത്, കുതിരയെ പോലെ. ഇതെല്ലാം നമ്മുടെ ശ്യാമും കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ശരിക്കും പേടിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി ഈ രൂപത്തെ പിടിക്കാൻ ഇറങ്ങിയ ഒരു സംഘത്തിന് നേരെ ഈ കുതിരക്കാലിൻ്റെ ആക്രമണം ഉണ്ടാവുന്നു.
സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഇടിച്ചിട്ടിട്ട് ആ രൂപം അവിടെ നിന്ന് കടന്നുപോയി. അതോടുകൂടി ആൾക്കാരുടെ ഇടയിലെ ഭീതി വർദ്ധിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിലും ശ്യാം ധന്യയുടെ വീട്ടിൽ ചെല്ലാത്തതിന് കാരണം ധന്യ അവനോട് നല്ല പിണക്കത്തിലായിരുന്നു. അവൾ അവനോട് മിണ്ടുക പോലും ചെയ്തില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവൻ തൻ്റെ കൂട്ടുകാരോട് സത്യങ്ങൾ തുറന്നു പറയുന്നു. ധന്യ തന്നെ വീട്ടിലേക്ക് വിളിച്ചതും പോകാൻ തനിക്ക് ധൈര്യമില്ലാത്തത് തൻ്റെ പേടി കൊണ്ടാണെന്നും അവൻ്റെ കൂട്ടുകാരെ ആദ്യമൊക്കെ അവൻ കളിയാക്കുന്നുണ്ട്. എന്നാലും അവർ പറയുന്നുണ്ട്, ഇത് നീ നേരത്തെ ഞങ്ങളോട് പറയേണ്ടതായിരുന്നുവെന്ന്. എന്തെങ്കിലും ഒരു പോംവഴി ഞങ്ങൾ കണ്ടുപിടിച്ച് തന്നേനെയെന്ന്. ഇന്ന് രാത്രിയും കൂടി ധന്യയുടെ വീട്ടിൽ ചെല്ലാൻ പറ്റും. അവളുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ല. രാത്രിയിൽ പോകാൻ നിനക്ക് പേടിയാണെങ്കിൽ സന്ധ്യ ആകുന്നതിന് മുമ്പേ നീ തന്നെ അവളുടെ വീടിൻ്റെ കളപ്പുരയിൽ കയറിയാൽ മതി. കയ്യിലൊരു ടോർച്ച് കൂടെ കരുതിക്കോ. ഇരുട്ടി വീഴുമ്പോഴേക്കും നീ പതിയെ അവളുടെ വീടിനുള്ളിലേക്ക് കയറണം. അപ്പോൾ പിന്നെ രാത്രി നിനക്ക് നിൻ്റെ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് പോകുന്ന ആ പേടി അങ്ങ് ഒഴിവാക്കാം. അത് നല്ല ഐഡിയ ആണെന്നും അവനും തോന്നിയിട്ടുണ്ട്. അവൻ അതുപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ നേരം ഇരുട്ടി കുറെ കഴിഞ്ഞപ്പോൾ ഇടിയും മിന്നലും വരുന്നു. പതിയെ ധന്യയുടെ വീടിൻ്റെ അടുത്ത് പോകാമെന്ന് കരുതി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വീണ്ടും ചോദ്യയുടെ ആത്മാവ് വരുന്നു. ഇതവൻ്റെ തോന്നലാണോ യാഥാർത്ഥ്യമാണോ എന്നും അവനറിയില്ല. അവൻ ശരിക്കും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ നിലവിളി ആരും കേൾക്കാതിരിക്കാൻ അവൻ സ്വയം വാ പൊത്തിപ്പിടിക്കുന്നുമുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചോദ്യയുടെ ആത്മാവ് അവിടെ നിന്നും പോയി. അവൻ്റെ ധൈര്യം കുറച്ച് തിരിച്ചു വന്നു. ആ സമയത്താകട്ടെ ഓടിൻ്റെ മുകളിൽ കൂടി ആരോ നടക്കുന്ന പോലെ അവന് തോന്നുന്നു. ചിലങ്കയുടെ സൗണ്ടും ഉണ്ടായിരുന്നു. പേടിച്ച് ആ സൗണ്ട് പിന്തുടർന്ന് അവൻ മുന്നിലേക്ക് നടക്കാൻ ആരംഭിച്ചതും അവൻ്റെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് ആ കുതിരക്കാലിലെടുത്തിയാടുന്നു. ആ കുതിരക്കാലിനെ കണ്ട് അവൻ്റെ ബോധം ആ നിമിഷം തന്നെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കറണ്ട് പോയി. ധന്യ ആ സമയം കുളി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾ വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ശ്യാമാണെന്ന് കരുതിയിട്ട് അവൾ പുറത്തേക്കിറങ്ങി. എന്നാൽ അവിടെയെങ്ങും ശ്യാമിനെ കണ്ടില്ല. കുറച്ച് ദൂരം മാറി ആ കുതിരക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. ശ്യാം തന്നെ പറ്റിക്കുകയാണെന്ന് കരുതിയിട്ട് അവൾ കുറേ നേരം നോക്കിയിട്ടും അവനെ കാണാത്ത കാരണം ദേഷ്യത്തിൽ വീണ്ടും കഥ കടച്ച് അകത്തേക്ക് പോയി. ഈ സമയം കുതിരക്കാരൻ അവളുടെ വീടിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. പിന്നീട് അത് അവളുടെ വീടിൻ്റെ മുകളിൽ കയറി. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ബോധം തിരിച്ചു വരുന്ന നമ്മുടെ ശ്യാമിനെ ആയിരുന്നു. നേരം വെളുത്തുപോയി എന്ന് ആലോചിച്ചപ്പോൾ തന്നെ അവന് ശരിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ധന്യ അവനോട് പിണങ്ങുമെന്ന് ഉറപ്പാണ്. അവൻ ഒരു വിധത്തിൽ ആരും കാണാതെ അവിടെ നിന്നും നേരെ ഇടപെടിയിലേക്ക് എത്തി. ആ സമയം രാജേഷ് വന്ന് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നീ എന്ത് പണിയാ രാത്രി കാണിച്ചത്? ഇങ്ങനെ ആക്രാന്തം പാടില്ലെന്ന് പറഞ്ഞിട്ട്. ഇവരെന്തൊക്കെയായി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശ്യാമിന്. രാജേഷ് അവനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ചെന്ന് ധന്യയെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. അവളുടെ ശരീരത്തിലാകെ മുറിവുകൾ. ആരോ അവളെ ഉപദ്രവിച്ചിരിക്കുന്നു. ആകെ ഞെട്ടിത്തിരിച്ച് അവളുടെ അടുത്ത് പോയി കാര്യം തിരക്കുമ്പോഴാണ് അവൾ നടന്ന സംഭവങ്ങൾ അവനോട് പറയുന്നത്. ശ്യാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന അവളുടെ മുന്നിലേക്ക് രാത്രിയിൽ കടന്നു വന്നത് ആ കുതിരക്കാരനായിരുന്നു. അതിനെ കണ്ട് അവൾ ശരിക്കും പേടിച്ചു. ആ കുതിരക്കാരൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. പേടിച്ചു പോയ അവൾ യൂറിനേറ്റ് വരെ ചെയ്തു. അതവളെ തറയിലേക്ക് തള്ളിയിട്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ബഹളം കേട്ട് അവളുടെ കൊച്ചച്ഛൻ അവിടേക്ക് വന്നിട്ട് ആരാടാ എന്ന് ചോദിച്ചതും ആ രൂപം അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു. അതൊരു മനുഷ്യൻ തന്നെയാണെന്നും അവനെന്നെ ഉപദ്രവിക്കാൻ വന്നതാണെന്നും ധന്യ പറയുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ കാമുകയെ ഉപദ്രവിച്ച അവനെ നീ പിടിച്ചുകൊണ്ട് വരണം. അവളുടെ മുന്നിൽ ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നെ തൊട്ടവനെ എന്തായാലും ഞാൻ കൈയോടെ പൊക്കും. അവനെ ഇനി ഈ നാട്ടിൽ ഞാൻ വെച്ചേക്കില്ലെന്ന് പറയുന്നു. അവനെ ഞാൻ കൈയോടെ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ സംഭവമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വിനീഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. പണ്ട് ഈ നാട്ടിൽ തെങ്ങുകയറ്റക്കാരനായിരുന്ന വിനീഷ്. എന്നാൽ ഇപ്പോൾ അവൻ പോലീസിലാണ്. പോലീസ് അവരുടെ വഴിക്ക് അന്വേഷിച്ചോട്ടെ, നമ്മൾ നമ്മുടേതായ വഴിക്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ധന്യെ ആക്രമിക്കാൻ ശ്രമിച്ച ആ കുതിരക്കാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്യാമും തൻ്റെ കൂട്ടുകാരും ഒത്തിറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ കൂട്ടുകാർ അവനോട് ചോദിക്കുന്നുണ്ട്, ഈ ചോദ്യയുടെ ആത്മാവ് എന്തിനാ നിന്നെ പിന്തുടരുന്നതെന്ന്. പണ്ട് ഞാൻ ചോറ് വാരി തരണം എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അതെന്നെ ഇങ്ങനെ പിന്തുടരുന്നത്. ചോദ്യം എങ്ങനെ മരിച്ചു എന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതറിഞ്ഞത് ഇങ്ങനെയായിരുന്നു. ചേച്ചിക്ക് എന്തോ ഒരു പ്രണയമുണ്ടായിരുന്നു. ചേച്ചി പ്രഗ്നൻ്റായി. അത് ബ്രേക്കപ്പായി. അങ്ങനെ ആത്മഹത്യ ചെയ്തു. എന്തായാലും ഈ കഥയും പറഞ്ഞ് അവർ പാടവരമ്പത്തൂടെ നടന്നു വരുമ്പോൾ ഒരു മണിയടി ശബ്ദം കേട്ടിട്ട് ശ്യാം അവിടെ നിന്നും പേടിച്ചോടി. ധൈര്യം സംഭരിച്ച് നിന്ന രാജേഷിൻ്റെയും കണ്ണൻ്റെയും മുന്നിലേക്ക് വരുന്നത് ഒരു പശുവായിരുന്നു. ഇതിനെ കണ്ടിട്ടാണോ നമ്മൾ പേടിച്ചതെന്ന് കരുതിയിട്ട് അവർ തൽക്കാലം അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. പക്ഷെ പിന്നീട് കാണിക്കുന്നത് ആ പശു ആകട്ടെ കുതിരക്കാലിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോഴാകട്ടെ അവിടെ കുളത്തിൽ ആ പശു ചത്തുകിടക്കുന്നു. ആൾക്കാരെല്ലാം മൂടിക്കൂടിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി എല്ലാവരും ഉള്ളിലെ പേടി കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാം കുതിരക്കാലിൻ്റെ പണിയാണെന്ന് അവർക്കെല്ലാം ബോധ്യമായി. കുതിരക്കാലിനെ പിടിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ധൈര്യമില്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു ശ്യാം. ആ സമയത്താണ് ധന്യ അവിടേക്ക് വരുന്നത്. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം, നിങ്ങളുടെ കൂടെ ഞാനും വരാമെന്ന് അവൾ പറയുന്നു.
എന്നാൽ അവൾ വന്നു കഴിഞ്ഞാൽ തൻ്റെ പേടിയെപ്പറ്റിയെല്ലാം തന്നെ അവൾ മനസ്സിലാക്കുമെന്ന് ശ്യാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അവൻ അവിടെ നിന്നും അവളെ പറഞ്ഞു വിടുന്നു. നിന്നെ ഉപദ്രവിച്ച് അവനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ എന്തായാലും പിടിക്കുമെന്ന് അവൻ അവളോട് പറയുന്നു. തൽക്കാലം അവൾ അത് കേട്ടിട്ട് അവിടെ നിന്നും പോയി. അവൾ പുറത്തേക്കിറങ്ങിയതും ശ്യാം തൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, അവൾ എന്തായാലും നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ പേടിയെപ്പറ്റി അവൾ എന്തായാലും പറയും. അതുകൊണ്ട് ഇനി അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കണമെന്നും എന്നെപ്പോലെ അവൾക്കും രാത്രി എന്ന് പറയുന്നത് ഒരു ട്രോമയാണ്. എൻ്റെ അത്രയും ഭ്രാന്ത് അവൾക്കായിട്ടില്ല. എനിക്ക് രാത്രിയിൽ ഒട്ടും പുറത്തിറങ്ങാൻ പറ്റില്ല. വെട്ടമില്ലാതെ പുറത്തിറങ്ങുന്നതേ ഇല്ല. എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് രാജേഷും കണ്ണനും ചേർന്നിട്ട് രാജേഷിൻ്റെ ഓട്ടോ നിറയെ നല്ല വെട്ടമൊക്കെ വെക്കുന്നു. ആ ഒരു സെറ്റപ്പോടു കൂടി അവർ ആ കുതിരക്കാരനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇത്രയും വെട്ടമൊക്കെ ഉള്ള സ്ഥിതിക്ക് അവളെയും കൂടെ കൂട്ടാമെന്ന് കരുതുന്നു. രാത്രിയിൽ അവളും ആരും പറയാതെ അവരുടെ വണ്ടിയിൽ കയറി. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് ആ കുതിരക്കാരൻ ഇവരുടെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോകുന്ന അവർ കാണുന്നുണ്ട്. വാഴത്തോട്ടത്തിൻ്റെ ഇടയിലേക്കാണ് ആ കുതിരക്കാരൻ പോയത്. രാജേഷും കണ്ണനും അവൻ്റെ പുറകിന് ഇറങ്ങി ഓടി. ആ വെട്ടമുളർത്തിന്നും ഇരുട്ടത്തേക്ക് പോകാൻ പേടിയായിരുന്നു. അത് കാരണം അവൻ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് ആ കുതിരക്കാരൻ അവൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. പേടിച്ച് അവൻ നിലവിളിക്കാനും വയ്യ. സ്വന്തം അവൻ തന്നെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സത്യം അവൾ മനസ്സിലാക്കും. എന്താണെങ്കിലും ഒരു നിമിഷം കൊണ്ട് ആ കുതിരക്കാരൻ അവിടെ നിന്നും പോയി. ധന്യ അവൻ്റെ അടുത്തേക്ക് വരുന്നു. നീ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായേ എന്ന് അവൾ പറയുന്നു. തൻ്റെ കള്ളത്തരം പിടിച്ചു എന്നാണ് കരുതിയതും അവൾ അവനോട് പറയുന്നത് മറ്റൊരു കാര്യമായിരുന്നു. എന്നെ ഒറ്റയ്ക്കാക്കി നിനക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോകാൻ പേടിയായിട്ടല്ലേ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നീ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫല്ല, വീട്ടിലേക്ക് പൊക്കോളാൻ. അവൻ്റെ കള്ളത്തരം ഏകദേശം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തൽക്കാലം അവനോട് പറയുന്നുണ്ട്, നാളെ മുതൽ ഞാൻ എന്തായാലും വരുന്നില്ലെന്ന്. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വിനീഷിൻ്റെ കൂടെ ഇവരെല്ലാവരും അവിടെ പരിശോധിക്കുന്നുണ്ട്, ആ കുതിരക്കാരൻ എന്തെങ്കിലും തെളിവുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. എന്നാൽ അവരുടെ ശ്രദ്ധയിൽ ഒന്നും പെടുന്നില്ല. പക്ഷേ അവരുടെ ശ്രദ്ധയിൽ പെടാതെ പോയ ഒരു മദ്യക്കുപ്പി അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ശ്യാം ആകട്ടെ ഒരു സർക്കസുകാരനെ പറ്റിയും തൻ്റെ അമ്മയും കുട്ടപ്പനും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നു. അവന് ഒരു ഭാര്യയും മകനും ഉണ്ടായിരുന്നു. പക്ഷെ അവനിവിടെ വന്ന ശേഷം നാട്ടിൽ മോഷണങ്ങൾ പെരുകി. നാട്ടുകാർ അവനെ കൈയോടെ പിടികൂടി. കാരണം അവൻ ഈ നാട് തന്നെ വിട്ടിട്ട് പോയി. അവൻ്റെ ഭാര്യയ്ക്കും മകനും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നീ നാട്ടുകാർ അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അത് കേട്ടപ്പോൾ ശ്യാമിൻ്റെ മനസ്സിൽ പല ഡൗട്ടുകളും തോന്നുന്നു. ഈ കുതിരക്കാലം കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം സർക്കസിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ പോലെയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആ സർക്കസുകാരൻ്റെ മകൻ വല്ല റിവെഞ്ച് എടുക്കാൻ ഇവിടേക്ക് വന്നാണോ എന്ന് അവന് ഡൗട്ട് തോന്നുന്നു. അവൻ ഇത് കൂട്ടുകാരോട് പറയുന്നുണ്ട്. ഇവിടെ അടുത്തെവിടെയാണ് സർക്കസ് നടക്കുന്നതെന്ന് അന്വേഷിച്ചിട്ട് അവർ അവിടേക്ക് പോവുകയാണ്. ഗ്രാമത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറിയിട്ട് ഒരിടത്ത് സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി അവർ ഇതുപോലെ സ്റ്റണ്ട് നടത്തുന്ന ആളുകളെ പറ്റി അന്വേഷിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഇതുപോലത്തെ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് നല്ല ഹൈറ്റ് ഉള്ളതാണ്. അല്ല അവിടെ വന്നതെന്ന് ശ്യാമിന് ഉറപ്പാണ്. കാരണം ആ കുതിരക്കാരിൽ നല്ല ഹൈറ്റ് കുറവായിരുന്നു. അത് പറഞ്ഞതും ആ സർക്കസിലെ ആൾ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരാളെ പറ്റി പറയുന്നു. അവനും തീരെ ഹൈറ്റ് കുറവാണ്. അവനെതിരെ ആര് വന്നാലും അവരുടെ കണ്ണിലൊക്കെ അവൻ കുത്താറുണ്ട്. അവനെപ്പറ്റി പറയണമെങ്കിൽ അവൻ്റെ ചെറുപ്പത്തിലെ കഥ തൊട്ട് പറയണം. ജന്മന അവന് ഹൈറ്റ് കുറവായത് കാരണം അവൻ്റെ നാട്ടിലുള്ള പല ആൾക്കാരും അവനെ കളിയാക്കിയിരുന്നു. പകൽ സമയം അവനെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരോട് അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ രാത്രികാലങ്ങളിൽ അവൻ അവരോട് പകരം വീട്ടാൻ ഇറങ്ങും. സാത്താനെപ്പോലെ വേഷം ധരിച്ച് അവൻ അവരോട് പകരം വീട്ടാൻ വന്നുകൊണ്ടിരുന്നത്. മദ്യലഹളയിൽ ഇരിക്കുമ്പോഴാണ് ഇവൻ ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞത്. ആരോടും പ്രതികാരം ചെയ്യാൻ അവന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് അവൻ്റെ ഒരു ഹോബിയായിരുന്നു. അവനെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട ഹൗസ് ഓണറിൻ്റെ മകളെ അവൻ ക്രൂരമായി പോയി പീഡിപ്പിച്ചു. കുതിരക്കാലം വെച്ച് കെട്ടി നടക്കുന്ന അവൻ ഇരുട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്യും. അവരെ നമ്മൾ പേടിക്കണമെന്നും അയാൾ ശ്യാമിനോട് പറയുന്നു. ആ സമയം തന്നെ മറ്റൊരിടത്ത് ആ കുതിരക്കാലിനെ നമ്മളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് വിനീഷ് സർക്കസുകാരോട് ചോദിക്കുമ്പോൾ അയാൾ ഒരു ഫോട്ടോ ഇവർക്ക് കൊടുക്കുന്നു. ആ ഫോട്ടോ ശ്യാമും കൂട്ടരും തങ്ങളുടെ ഗ്രാമത്തിലെല്ലാം തന്നെ ഒട്ടിക്കുന്നുണ്ട്. ഇവനെ കണ്ടു കിട്ടുന്നവർ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ധന്യയുടെ മുന്നിൽ ആളാൻ വേണ്ടിയിട്ട് അവൻ എല്ലാം കേൾക്കെ പറയുന്നുണ്ട്, വേറെ ആർക്കും കിട്ടാത്ത അവൻ്റെ ഫോട്ടോ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ. എന്നാൽ ധന്യ ഇവനോട് വന്ന് പറയുന്നുണ്ട്, ഈ ബന്ധം ഇനി മുന്നോട്ട് പോകില്ലെന്ന്. എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അടുത്ത മാസം എൻ്റെ കല്യാണം ഉണ്ടാവും. ഇത് കേട്ട് അവൻ ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. അവൾ അവനോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രണയത്തിൽ ഒരു കാര്യം പോലും സത്യമല്ലായിരുന്നു എന്ന്.
ആദ്യം മുതലേ നീ എന്നെ പറ്റിക്കുകയായിരുന്നു. നിനക്ക് ശരിക്കും പേടിയുള്ള കാര്യമെല്ലാം എനിക്ക് മനസ്സിലായി. അന്ന് വായനശാലയിൽ രാത്രി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന എല്ലാം തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നിനക്ക് രാത്രി പുറത്തിറങ്ങാനാ പേടി, പക്ഷേ എൻ്റെ മുന്നിൽ നല്ല ധൈര്യശാലിയായി അഭിനയിച്ചു. അതൊന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ കൂടെ അന്ന് രാത്രിയിൽ ഞാൻ വന്നത്. അതെനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചു. അതിൻ്റെ കൂടെ എന്നെ ഉപദ്രവിച്ച ആ കുതിരക്കാരനെ പിടിക്കാനും പറ്റിയില്ല. അവൻ്റെ ഉപദ്രവവും നിൻ്റെ പറ്റിക്കലും എല്ലാം കൊണ്ടും എനിക്ക് ഈ നാട്ടിൽ നിൽക്കാനേ തോന്നില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് താമസം മാറുകയാണെന്നും അടുത്ത മാസം എൻ്റെ കല്യാണമാണെന്നും അതുകൊണ്ട് നീ എന്തായാലും ആ കുതിരക്കാരൻ്റെ പുറകെയൊന്നും നീ പോകണ്ടെന്ന് പറയുന്നു. അവനെ എന്തായാലും പോലീസ് പിടിച്ചുകൊള്ളും. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. ശ്യാം ശരിക്കും ആകെ സങ്കടത്തിലായി. പിന്നീട് ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശ്യാമിൻ്റെ വീടിൻ്റെ ചുവരിൽ ആ കുതിരക്കാലിൻ്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. തമിഴിൽ അവൻ എഴുതിയിരിക്കുന്നത് രാജേഷ് വായിക്കുന്നു. എനിക്ക് ഒരു നാട്ടിലും എതിരാളികളില്ലായിരുന്നു, പക്ഷേ ഈ നാട്ടിൽ എനിക്ക് നിങ്ങളെപ്പോലെ നല്ല എതിരാളികളെ കിട്ടി. ദൈവത്തിന് പോലും അറിയാത്ത എൻ്റെ മുഖം നിങ്ങളിവിടെ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചു. എൻ്റെ പിറകെ വന്നിട്ട് ഇപ്പോൾ പാതി വഴിക്ക് എൻ്റെ പിറകെയുള്ള അന്വേഷണം നിർത്തിയാൽ എങ്ങനെ? അതുകൊണ്ട് എൻ്റെ പിറകെ ഇനിയും വന്ന് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതൊരു വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം കുതിരക്കാലൻ്റെ ശല്യം ആ നാട്ടിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കുതിരക്കാലൻ രാജേഷിനെയും കണ്ണനെയും ശ്യാമിനെയും നോട്ടമിട്ടിരിക്കുകയായിരുന്നു. അവർക്കായിരുന്നു അവൻ്റെ ശല്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ കുതിരക്കാലൻ രാത്രി രാജേഷിൻ്റെ വീട്ടിലേക്ക് പടക്കം എടുത്തെറിയുന്നു. അത് അവിടെ കിടന്ന് പൊട്ടുന്ന കണ്ടിട്ട് വീട്ടുകാരെല്ലാം പേടിച്ച് പുറത്തേക്കൂടി. പ്രശ്നത്തിനെങ്കിലും പരിഹാരം കാണണമെന്ന് രാജേഷും കണ്ണനും പറയുമ്പോഴും ഇവിടെ പ്രണയ നൈരാശ്യത്തിലായിരുന്നു നമ്മുടെ ശ്യാം. അത് കാരണം അവർ പറഞ്ഞ ഒന്നും അവൻ കാര്യമാക്കിയില്ല. പിറ്റേന്ന് രാജേഷും കണ്ണനും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ കണ്ണൻ പുറത്തേക്കിറങ്ങി. ആ സമയം ആ കുതിരക്കാരൻ വന്ന് കണ്ണനെ ആക്രമിക്കുന്നു. അവൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് അവൻ്റെ നിലവിളി കേട്ട് രാജേഷും ഓടി എത്തുമ്പോഴേക്കും കുതിരക്കാരൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം കൂടി ആയപ്പോഴേക്കും രാജേഷിന് നേരെ ശ്യാമിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ശ്യാം ആകട്ടെ വീട്ടുകാരോട് പോലും ഒന്നും മിണ്ടാതെ എപ്പോഴും മുറിയടച്ച് മദ്യപിക്കലാണ്. ദേഷ്യം വന്ന രാജേഷ് അവനോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ ഞങ്ങളുടെ കൂടെ നിൽക്കാത്തത് ഇപ്പോഴും ഇട്ടിട്ട് പോയ ആ അവളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്നോ? അതല്ല, ഞങ്ങൾക്കാണ് നീ കുറച്ച് വിലയെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയും. പതിയെ ശ്യാം അവൻ്റെ വിഷമങ്ങളൊക്കെ മറന്ന് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി അവൻ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോയ സമയത്ത് അവൻ്റെ അമ്മയുടെ നേരെയും കുതിരക്കാലൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. മദ്യപിച്ച ശേഷം ആ കുപ്പി കുതിരക്കാലൻ അവൻ്റെ അമ്മയ്ക്ക് നേരെ എറിഞ്ഞു. അവരുടെ തല പിടിച്ച് അരകലിൽ ഇടിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് വീട്ടിലേക്കെത്തി അവൻ കാണുന്നത് തൻ്റെ അമ്മയുടെ ശരീരത്തിലെ മുറിവുകളാണ്. ശ്യാം ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലെ പേടിയൊക്കെ പതിയെ പതിയെ പോകാൻ തുടങ്ങി. ധൈര്യം സംഭരിച്ച് എങ്ങനെയും ആ കുതിരക്കാലിനെ പിടിക്കണമെന്ന് മാത്രമേ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ വായനശാലയുടെ ചുവരിൽ ആ കുതിരക്കാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുതി വെക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ലെന്ന്. പക്ഷെ അന്ന് രാത്രി ആ നാട്ടിലെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആ വായനശാലയ്ക്ക് ആ കുതിരക്കാലൻ തീയിട്ടു. ജനങ്ങളെല്ലാം അത് കണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. ആ സമയം ഒരു സൈഡിൽ നിന്ന് ആ കുതിരക്കാലൻ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. സംഭവം ഇത്രയും രൂക്ഷമായതോടുകൂടി ആ നാട്ടിലേക്ക് പുഷ്പരാജ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വരുന്നു. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരുപാട് കേസൊക്കെ സോൾവ് ചെയ്തിട്ടുള്ള ആളാണ് പുഷ്പരാജ്. ധന്യയുടെ വിവാഹം ഇയാളുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. കുതിരക്കാലിനെ പിടിക്കുമെന്ന് പുഷ്പരാജ് വെല്ലുവിളിക്കുന്നുണ്ട്. അടുത്ത് പല ഗ്രാമങ്ങളിലും ഇവൻ്റെ ശല്യം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ തെളിവുകൾക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവനൊരു ശീലമുണ്ട്. ആൾക്കാരെ പേടിപ്പിക്കാൻ ഇവൻ ഇറങ്ങുന്നതെല്ലാം രാത്രിയിലായിരിക്കും. അതിനു മുമ്പേ അവൻ മദ്യപിക്കും. ഇവൻ വന്നു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ ബ്രാൻഡിലുള്ള സെയിം മദ്യക്കുപ്പി കിട്ടുകയും ചെയ്യും. മറ്റു ഗ്രാമങ്ങളിലും ആക്രമണം ഉണ്ടാകുന്നതിൽ കുട്ടപ്പൻ പറഞ്ഞ പോലെ ഈ ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചുവിട്ട ആ സർക്കസുകാരൻ്റെ മോനൊന്നുമല്ലെന്ന് രാജേഷിനും കൂട്ടർക്കും മനസ്സിലായി. കുട്ടപ്പൻ അവരോട് പറയുന്നുണ്ട്, അത് ഞാനൊരു കഥ പറഞ്ഞതേ ഉള്ളൂ എന്ന്, അല്ലാതെ അവൻ്റെ മോനൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ സർക്കസിലുള്ള കുള്ളന് പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിനോട് വൈരാഗ്യമൊന്നുമില്ല. അവൻ ഇങ്ങനെ ആൾക്കാരെ വെറുതെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പുഷ്പരാജ് ധന്യയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു ആ കുതിരക്കാലിനെ പിടിക്കുമെന്ന് നാട്ടുകാരോട് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. ധന്യ പുഷ്പരാജിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പിടിക്കാൻ പ്ലാനിട്ടിരിക്കുന്നതെന്ന്. അയാൾ പറയുന്നുണ്ട്, ഇവൻ മദ്യപിച്ച ശേഷമേ ആൾക്കാരെ പേടിപ്പിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തൽക്കാലം 3 ദിവസത്തേക്ക് ഇവിടെയുള്ള ബിവറേജസ് എല്ലാം അടച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ മദ്യം കിട്ടാതെ എന്തായാലും മദ്യഷോപ്പിൽ കക്കാൻ കയറും. ആ സമയം ഒളിച്ചിരുന്ന് ഞങ്ങൾ അവനെ പിടിക്കും. അതായിരുന്നു പോലീസുകാരുടെ പ്ലാൻ. പക്ഷേ ഇവരുടെ പ്ലാനിങ് തെറ്റിച്ചുകൊണ്ട് ആ കുതിരക്കാരൻ മദ്യഷോപ്പിലല്ല കക്കാൻ കയറിയത്. പുറത്ത് മദ്യം കിട്ടിയില്ലെങ്കിൽ സാധാരണ മദ്യം കിട്ടാറുള്ള മിലിറ്ററിക്കാരൻ്റെ വീട്ടിലേക്കായിരുന്നു ആ കുതിരക്കാരൻ വന്നത്. അതും നമ്മുടെ വാസപ്പൻ്റെ വീട്ടിലേക്ക്. വാസപ്പൻ അവനെ ആദ്യം കണ്ടത് ഒന്ന് പേടിച്ചെങ്കിലും അവിടെ നിന്ന് മദ്യം എടുത്തുകൊണ്ട് കുതിരക്കാരന് പുറത്തിറങ്ങാൻ പറ്റിയില്ല.
കാരണം ഇവൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി തന്നെ ശ്യാമനും കൂട്ടർക്കും അറിയാമായിരുന്നു. മദ്യഷോപ്പിൽ പോയി കക്കുന്നതിനേക്കാൾ നല്ലത് മിലിറ്ററിക്കാരൻ്റെ അടുത്ത് നിന്ന് മദ്യം ഒഴിച്ച് മാറ്റുന്നതാണെന്നും കുതിരക്കാലൻ ചിന്തിച്ച പോലെ തന്നെ ഇവരും ചിന്തിച്ചു. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കണ്ടിട്ടും ആ കുതിരക്കാലൻ പേടിച്ചില്ല. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച അവരെല്ലാം ഇടിച്ചിട്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മുടെ വാസപ്പൻ്റെ മദ്യവും കൊണ്ടാണ് അവൻ പോയത്. വാസപ്പൻ അതിൽ പരം ദേഷ്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. രാജേഷും കണ്ണനും അവൻ്റെ പിറകെ പോയപ്പോൾ ഇരുട്ടുപേടിയുള്ള നമ്മുടെ ശ്യാമാകട്ടെ ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ ഈ കുതിരക്കാലൻ രാജേഷിനെ കണ്ണനെയും കണ്ടുവെട്ടിച്ച് നേരെ ശ്യാമിൻ്റെ ഓട്ടോയുടെ മുകളിൽ കയറുന്നു. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ടതും ശ്യാം പേടിച്ചു. അവനെയും കൊണ്ട് ഓട്ടോ മറിയുകയും ചെയ്തു. ലൈറ്റുകളെല്ലാം മണഞ്ഞു. ഫുൾ ഇരുട്ടായതോടുകൂടി ശ്യാം പേടിക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ കുതിരക്കാലൻ, മറ്റേ സൈഡിൽ ചോദ്യയുടെ ആത്മാവിനോടുള്ള അവൻ്റെ പേടി. ഇരുട്ടും കൂടെ ആയതോടുകൂടി ആ ആത്മാവ് വീണ്ടും ഒരു ഉള്ള ചോറുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ കാണുന്നു. ആദ്യം പേടിച്ച് നിലവിളിച്ചെങ്കിലും ഇനിയും തൻ്റെ പേടി മനസ്സിൽ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ വെറും ഒരു ഭീരുമായി മാറുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ധൈര്യം സംഭരിച്ച് തനിക്ക് നേരെ നീണ്ടുവന്ന ചോദ്യയുടെ ആത്മാവിൻ്റെ കൈകളിൽ നിന്നും ചോറ് വാങ്ങി കഴിക്കുന്നു. ആ ചോറ് അവൻ കഴിച്ചതും ചോദ്യയുടെ ആത്മാവിൻ്റെ കണ്ണ് നിറയുകയും ആ ആത്മാവ് അവിടെ നിന്നും പോകുന്നതായിട്ടും അവൻ കാണുകയും ചെയ്യുന്നു. പിന്നീട് ആ കുതിരക്കാലനും അവനും തമ്മിൽ ഒരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. കുതിരക്കാലൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതും അവൻ പിറകെ ഓടുന്നുണ്ട്. പല രീതിയിലും അവനെ ആക്രമിക്കാൻ ആ കുതിരക്കാലൻ ശ്രമിച്ചെങ്കിലും തന്നെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം തന്നെ ശ്യാം ചേർത്ത് നിൽക്കുകയുണ്ടായിരുന്നു. കുതിരക്കാലിനെ അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നാട്ടുകാരും അവിടേക്ക് ഓടിക്കൂടി. തൻ്റെ മുഖംമൂടി നഷ്ടപ്പെട്ട കുതിരക്കാലൻ നാട്ടുകാരെ കണ്ട് അവിടെ നിന്ന് ഓടുന്നു. ആൾക്കാർ പിറകെ ഓടിയപ്പോഴേക്കും അവനാകട്ടെ നേരെ പോയി കയറുന്നത് ഒരു തെങ്ങിൻ്റെ മുകളിലായിരുന്നു. എല്ലാവരും തെങ്ങിനും ചുറ്റും കൂടി അവനെ താഴെ ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം തെങ്ങിൻ്റെ മുകളിലിരുന്ന അവൻ്റെ അടുത്തേക്ക് ആ നാട്ടിലെ ജനങ്ങൾ ആരാധിക്കുന്ന കൂളി വരുന്നു. കൂളിയുടെ രൂപം കണ്ട് പേടിച്ചു പോയ അവനാകട്ടെ തെങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണു. എന്നിട്ടും അവന് പരുക്കുകളൊന്നും വലുതായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ എല്ലാവരെയും ആക്രമിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ ആ നിമിഷം നമ്മുടെ വാസപ്പൻ തൻ്റെ മിലിറ്ററി തോക്കുമായി വന്ന് കുതിരക്കാലിൻ്റെ കാലിനെ വെടിവെച്ച് അങ്ങനെ അവനെ കൈയോട് പിടികൂടുകയും ചെയ്തു. പേടിത്തൊണ്ടനായ നമ്മുടെ ശ്യാം അങ്ങനെ ധൈര്യപൂർവ്വം ആ കുതിരക്കാലിനെ പിടിക്കാൻ ജനങ്ങളെ സഹായിച്ചിരിക്കുന്നു. തന്നേക്കാൾ പേടിത്തൊണ്ടനും മണ്ടനുമായ പുഷ്പരാജ് എന്ന് അതിനോടകം നമ്മുടെ ശ്യാമന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ധന്യയ്ക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രിക്ക് ശേഷം അവന് ചോദ്യയുടെ ആത്മാവിനെ പേടിയില്ലായിരുന്നു. ഇരുട്ടും അവന് പേടിയില്ലാതെയായി. അവൻ സന്തോഷത്തോടു കൂടി തൻ്റെ ജനലിലൊക്കെ തുറന്നിട്ട് കുറച്ചു കഴിയുമ്പോൾ അവിടുത്തെ ലൈറ്റുകൾ ഓരോന്നായി കളഞ്ഞു. വീണ്ടും ശ്യാമേ എന്ന് പറഞ്ഞ് ചോദ്യചേച്ചിയുടെ സൗണ്ട് കേട്ടതും അവൻ പേടിച്ച് നിലവിളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.